ഹേ ഗായ്സ്, അപ്പോൾ തംജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസം വന്നിരിക്കുകയാണ്. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ഹോളിവുഡിൽ നിന്നൊക്കെ കിടന്ന പോലത്തെ സിനിമകൾ റിലീസിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സിനിമകൾ ഏതൊക്കെയാണുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. നമുക്ക് മലയാളത്തിൽ തന്നെ തുടങ്ങാം. മലയാളത്തിലെ ഈ ഒരു മാസത്തിൽ റിലീസിന് കാത്തിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ടൊവിനോയുടെ 50ാമത്തെ സിനിമയായിട്ട് റിലീസ് ചെയ്യുന്ന അജയൻ്റെ രണ്ടാം മോഷണം തന്നെയായിരിക്കും. ട്രെയിലർ റിലീസ് ചെയ്തപ്പോൾ തന്നെ അത്രയും ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് അജയൻ്റെ രണ്ടാം മോഷണം, അല്ലെങ്കിൽ ആൺ. അത്രയും ഒരു സ്റ്റാർ സെർഡായിട്ടുള്ള കാസിൻ്റെ ഒപ്പം ടൊവിനോ 3 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ കൂടിയാണ്. അതായത് ഒരു മിത്തോളജിക്കൽ, ഫാൻറ്റസി, ഡ്രാമ, ആക്ഷൻ എന്ന അത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ജോണേഴ്സിൻ്റെ ഒക്കെ ഒരു മിക്സ് കൂടിയായിരിക്കും സിനിമ. അത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് 3Dയിലാണ് വരുന്നത്. 3Dയിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹോളിഡേ ടൈമിൽ കുട്ടികളെയും അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരൊക്കെ അത്ര നല്ലതായിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ എന്തായാലും സഹായിക്കും. ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ അത്രയും വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമ ഒരു 100% അല്ലെങ്കിൽ ഒരു 200% ഒരു തിയേറ്റർ മെറ്റീരിയൽ പടം തന്നെയാണ്. അത്രയും വർഷം ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തോളം ഈ ഒരു പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. പടത്തിൻ്റെ റിലീസ് വരുന്നത് സെപ്റ്റംബർ 12-നാണ്. ടൊവിനോ എന്ന് പറയുന്ന ഒരു ആക്ടറുടെ ഒരു സ്റ്റാർഡം വേറൊരു ലെവലിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്യാൻവാസ് തന്നെയാണ്. അതുപോലെ പിന്നെ സെപ്റ്റംബർ 13-ന് ആന്റണി വർഗീസ് പെപ്പെ നായകനാവുന്ന കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ റിലീസ് വരുന്നുണ്ട്. അതും ഓണത്തിൻ്റെ സമയം തന്നെയാണ്, ഹോളിഡേ ടൈമിൽ തന്നെയാണ്. ഒരു പക്ക ആക്ഷൻ എൻ്റർടൈനർ എന്നുള്ള ബാനറിൽ തന്നെയാണ് സിനിമ റിലീസ് ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതും. പെപ്പയുടെ നമുക്കറിയാം, അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പടത്തിൽ ആക്ഷൻ വരുന്ന സമയത്ത് പുള്ളിയുടെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ RDXൽ അവസാനം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ട് വരുന്നത്. അതേ പ്രൊഡ്യൂസേഴ്സ്, അതായത് RDXന് അതേ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് കൊണ്ടൽ എന്ന് പറയുന്ന സിനിമയിലും വരുന്നത്. രാജ്ബി ഷെട്ടി അടക്കം വില്ലനായിട്ട് വരുന്ന സിനിമ. അപ്പോൾ അത്തരത്തിൽ പ്രതീക്ഷകൾ വളരെയധികം ഉള്ളൊരു സിനിമ കൂടിയാണ് കൊണ്ടൽ. ഒരു ക്ലാഷ് റിലീസാണ് വരുന്നത്. സെപ്റ്റംബർ 13-നാണ് കൊണ്ടൽ റിലീസ് ഡേറ്റ് എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. അതിൽ മാറ്റം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് മലയാളത്തിൽ നിന്ന് അത്രയും നല്ല രീതിയിലുള്ള സിനിമകൾ ഒരേ ദിവസം തന്നെ തിയേറ്ററിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് തന്നെ അടുപ്പിച്ച് വരുന്നുണ്ട്. സെപ്റ്റംബർ 12-ന് തന്നെ ആസിഫ് അലിയുടെ കിഷ്കിൻഡ കാണ്ടം കൂടി റിലീസിന് വരുന്നുണ്ട്. ഇനി കോമഡി ത്രില്ലർ ജോണറിൽ ഗാങ്സ്റ്റർ സുകുമാരക്കുറുപ്പും അതുപോലെ തന്നെ ഒമർ ലുല്ലുവിയുടെ ബാഡ് ബോയ്സും, ഈ 2 പടങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസിന് വരുന്നത്. ഇത്രയാണ് മലയാളം ലാംഗ്വേജിൽ വരുന്ന മെയിൻ സിനിമകൾ. ഞാനത് എടുത്ത് പറയാൻ കാരണം പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ട് നമ്മളുടെ ജൂനിയർ NTRന്റെ ദേവര പാർട്ട് 1 സെപ്റ്റംബർ 27-നാണ് റിലീസ് വരുന്നത്. അത് തമിഴിലും മലയാളത്തിലും ഹിന്ദിയിലും തെലുങ്കിലും എല്ലാ ഭാഷയിലും ഉണ്ടാവും. പടത്തിൻ്റെ ഗ്ലിംസ് വന്നു, അതുപോലെ തന്നെ സോങ്സ് വന്നു. ട്രെയിലർ വന്നിട്ടില്ലല്ലോ അല്ലേ? വരുമായിരിക്കും. എന്തായാലും അടുപ്പിച്ച് എന്തായാലും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഒക്കെ സ്റ്റാർട്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ട്രെയിലർ എന്തായാലും വരും. ആക്ഷൻ, ഡ്രാമ, ത്രില്ലർ എന്നുള്ള ജോണറിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ദേവര പാർട്ട് 1 റിലീസ് ചെയ്യുന്നത് സെപ്റ്റംബർ 27-നാണ്. RRRന് ശേഷം ജൂനിയർ NTRന്റെ ഒരു സ്റ്റാർഡം നമുക്ക് എത്രമാത്രം ഉണ്ടെന്നുള്ള നമുക്കറിയാം. ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡിലടക്കം പുള്ളിക്ക് ഇപ്പോൾ സ്റ്റാർഡം ഉണ്ട്, റീച്ച് ഉണ്ട് നമുക്ക് പറയാം. അപ്പോൾ അതിനുശേഷം വരുന്ന NTRന്റെ പടം എന്നുള്ള രീതിയിൽ അത്രയും ഹൈപ്പിൽ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് നിൽക്കുന്ന ഒരു പടമാണ്. ഹൈപ്പ് എന്നല്ല, എക്സ്പെക്റ്റേഷൻസ്, നമ്മൾ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന ഒരു പടമാണ്. അതിൻ്റെ കൂടെ അനിരുദ്ധാണ് BGM ചെയ്തിരിക്കുന്നത്. ഇനി തമിഴിലേക്ക് പോകുന്ന സമയത്ത് മേജറായിട്ടുള്ള റിലീസ് എന്ന് പറയുന്നത് തളപതി വിജയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അല്ലെങ്കിൽ ഗോട്ട് തന്നെയാണ്. വെങ്കട് പ്രഭു സംവിധാനത്തിൽ വരുന്ന സിനിമ സെപ്റ്റംബർ 5-നാണ് വേൾഡ് വൈഡ് റിലീസ് വരുന്നത്. അത്രയും വലിയൊരു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള കാസ്റ്റ്, പ്രഭുദേവ തൊട്ട് വിജയ് തൊട്ട് സ്നേഹ തൊട്ട് മലയാളത്തിൽ നിന്നുണ്ടോടി, അങ്ങനെ ഒരുപാട് ക്യാമിയോസ് ഉണ്ടെന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട്. വലിയ സംഭവങ്ങളാണെന്ന് പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പടം സത്യം പറഞ്ഞാൽ ഒരു 0 ഹൈപ്പിലാണ് പടം നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ ഒരു ഹൈപ്പ് തന്നിട്ടില്ല, സോങ്സ് ഒരു ഹൈപ്പ് തന്നിട്ടില്ല, അതുപോലെ തന്നെ പുള്ളിക്കാരുടെ ലുക്ക്, DAG ആയിട്ടുള്ള ലുക്ക് എല്ലാം ട്രോൾ മെറ്റീരിയൽ ആയിട്ടാണ് പോയത്. പക്ഷെ നമുക്ക് നോക്കാം, കാരണം പുള്ളിയുടെ സ്റ്റാർഡം നമുക്കറിയാലോ. ആ സ്റ്റാർഡം യൂസ് ചെയ്യാത്തൊരു പ്രൊമോഷണൽ സ്ട്രാറ്റജിയാണ് ഗോഡ് ഏറ്റെടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം സോങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഉറപ്പിക്കല്ലേ പൊന്നെ എന്ന് പറയുന്ന രീതിയിലുള്ള സോങ്സൊക്കെയായിരുന്നു യുവൻ ശങ്കർ രാജ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അനിരുദ്ധിനെ നമ്മൾ കളിയാക്കെങ്കിലും, കോപ്പി സാറിനെ കളിച്ച് കളിയാക്കെങ്കിലും പുള്ളിക്ക് അറിയാടി തിയേറ്ററിലേക്ക് അല്ലെങ്കിൽ തളപതി വിജയ് എന്ന് പറയുന്നൊരു സ്റ്റാർഡം ഉള്ള ഒരു ആക്ടറിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റാർഡം യൂസ് ചെയ്ത് എങ്ങനെ പാട്ട് കമ്പോസ് ചെയ്യണം, അത് ആൾക്കാരിലേക്ക് എങ്ങനെ ആ ഒരു പൾസ് അറിഞ്ഞിട്ട് പുള്ളി ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും ഇവിടെ കിട്ടാത്തതാണ്. പക്ഷേ നമ്മൾ ചിലപ്പം പറയുന്നത് പോലെ പുള്ളി സംവിധായകനൊക്കെ വളരെ കോൺഫിഡൻസിലാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്ന അതിലുള്ള സ്റ്റാർ കാസ്റ്റ്
ആളുകൾ വളരെ കോൺഫിഡൻസിലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് 5-ാം തീയതി തിയേറ്ററിലേക്ക് പോവാം. സെപ്റ്റംബർ 27-ന് പിന്നെ തമിഴിൽ വരുന്ന മെയിൻ റിലീസ് എന്ന് പറയുന്നത് കാർത്തിയും അതുപോലെ തന്നെ അരവിന്ദ് സ്വാമിയും മെയിൻ വേഷങ്ങളിലെത്തുന്ന മെയ്യഴകൻ എന്ന് പറയുന്ന സിനിമയാണ്. ഇത് സൂര്യയുടെ 2D എൻ്റർടൈൻമെൻറ്റ്സിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സൂര്യൻ ജ്യോതികൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം തന്നെയാണ്. സെപ്റ്റംബർ 27-നാണ് പടം റിലീസ് ചെയ്യുന്നത്. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു ഡ്രമാറ്റിക് ഡ്രാമ ഫാമിലി ഓഡിയൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഡ്രാമ സിനിമ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു ജോണറായിരിക്കും. ഇതിൻ്റെ ഓഡിയോ ലോഞ്ചൊക്കെ ഇപ്പം അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വലിയൊരു എക്സ്പെക്റ്റേഷൻസിലൊന്നും നിൽക്കുന്ന പടമല്ല, എങ്കിലും ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ കയറി കൊളുത്താവുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കും എന്ന് വിചാരിക്കാം. എന്തായാലും സെപ്റ്റംബർ 27-നാണ് റിലീസ്. ഇനി ബോളിവുഡിലേക്ക് പോയി കഴിഞ്ഞാൽ സെപ്റ്റംബർ 6-ന് ബോളിവുഡിലെ ബോംബിംഗ് സ്റ്റാർ ആയിട്ടുള്ള കങ്കണ റാവട്ടിൻ്റെ എമർജൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടമാണ് ഫസ്റ്റ് വരുന്നത്. അടുത്ത ബോംബാകോ അല്ലെങ്കിൽ അടുത്ത കത്തിക്കലാകോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ അല്ലെങ്കിൽ നമുക്ക് മലയാളികൾക്ക് ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന മെയിൻ പാട്ടെന്ന് പറയുന്നത് നമ്മളുടെ വിശാൽ നായർ അറിയാലോ, പുള്ളി ഇതിൽ സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ഒരു റോള് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയ വിവാദമൊക്കെ ആയിരുന്നു. ഈ അടുത്ത് പുള്ളിക്കെതിരെ വധഭീഷണിയൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ദിരാഗാന്ധി എന്നുള്ള ക്യാരക്ടറായിട്ടാണ് കങ്കണ റണൌട്ട് വരുന്നത്. ഇത് 1975 നടന്നിട്ടുള്ള ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ആയിട്ടുള്ള, അതായത് ട്രൂ ഇൻസിഡൻറ്റിനെ ബേസ് ആയിട്ട് ഒരു സിനിമയായിട്ടാണ് എമർജൻസി വരുന്നത്. വിശാൽ നായർ നമുക്കറിയാം, പുള്ളി മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ പോയിട്ട് ഫിലിമോഗ്രഫി കിടലം പോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പുള്ളി ഒരു ബിഗ് ബ്രേക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പുള്ളി വ്യത്യസ്തമായിട്ടുള്ള ജോണറുകളിൽ പടങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവമാണ് ഈ പടത്തിൽ മെയിനായിട്ട് ഞാൻ കാണുന്നത്. അതിനുശേഷം സെപ്റ്റംബർ 13-ന് കരീന കപൂർ നായികയായിട്ടുള്ള ബർക്കിംഗ്ഹാം മേഡേഴ്സ് എന്നുള്ളൊരു പടമാണ് ബോളിവുഡിലെ മെയിൻ റിലീസ്. ഒരു ക്രൈം മിസ്റ്ററി ജോണറിൽ വരുന്നൊരു പടമാണ്. കൂടാതെ മെട്രോ ഇൻ ഡൈനോ സെപ്റ്റംബർ 13-ന്, നഷ ജും ഓർ ഗാങ്സ്റ്റേഴ്സ് സെപ്റ്റംബർ 20. ഇതൊക്കെയാണ് ബോളിവുഡിൽ നിന്ന് വരുന്ന മെയിൻ റിലീസസ്. ഹോളിവുഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പടങ്ങളുണ്ട്, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ചിലപ്പം അനക്കങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകുന്ന പടങ്ങളുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹോളിവുഡ് 1998 ഇറങ്ങിയിട്ടുള്ള ബീറ്റിൽ ജ്യൂസ് എന്ന് പറയുന്ന സിനിമയുടെ റീമേക്കായിട്ട് ബീറ്റിൽ ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം സെപ്റ്റംബർ 6-നാണ് തിയേറ്ററിലേക്ക് വരുന്നത്. മൈക്കിൾ കീറ്റൺ, വിനോറ റൈഡർ, ജെന ഓർട്ടേഗ, വില്യം ഡാഫോ ഇത്തരത്തിലുള്ള ജനപ്രിയ താരങ്ങളൊക്കെ സിനിമയിൽ ഒരുമിച്ച് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻപേ അതായത് 70s ഇറങ്ങിയിട്ടുള്ള സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കാണ് ഇത്. നമ്മളുടെ ആളുകൾക്കും കൂടുതലായിട്ട് അറിയുന്നുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ വലിയ രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഹിറ്റായിട്ടുള്ള സിനിമയുടെ സംഭവങ്ങളായിരിക്കും ഞാനിപ്പം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം 70s ഇറങ്ങിയ പടമായതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ഓക്കെ, അതിനുശേഷം വരുന്ന പടമാണ് സ്പീക്ക് നോ ഇവിൾ. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതേ പ്രൊഡ്യൂസറിൽ നിന്ന് വരുന്ന മറ്റൊരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമ എന്നുള്ള രീതിയിൽ വരുന്ന പടമാണ് സ്പീക്ക് നോ ഇവിൾ. സെപ്റ്റംബർ 13-ന് തിയേറ്ററിലെത്തുന്ന സിനിമയുടെ മെയിൻ കാസ്റ്റിൽ വരുന്നത് ജെയിംസ് മെക്കോവി, മെക്കാൻസി ഡേവിസ്, കൂട്ട് മെക്നയറി. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 20-നാണ് നെക്സ്റ്റ് പടം വരുന്നത്. ദാറ്റ് ഈസ് ട്രാൻസ്ഫോമേഴ്സ് 1. നമ്മളുടെ ഒപ്റ്റിമസ് പ്രൈമും മെക്കട്രോണൊക്കെ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്ന ട്രാൻസ്ഫോമേഴ്സ് സിനിമകൾ കണ്ടിട്ടുണ്ടാവില്ല. ആ ഫ്രാഞ്ചൈസിയിൽ വരുന്ന ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒറിജിൻ സ്റ്റോറി കാണിക്കുന്ന ഒരു ആനിമേറ്റഡ് ഫിലിമായിട്ടാണ് ട്രാൻസ്ഫോമേഴ്സ് 1 വരുന്നത്. ഇതൊരു ലൈവ് ആക്ഷൻ സിനിമയല്ല, പക്ഷേ സ്റ്റാർ സ്റ്റഡഡ് ആണ് സിനിമ എന്ന് പറയുന്നത്. ക്രിസ് ഹെംസ്വർത്ത്, സ്കാർലറ്റ് ജോഹാൻസൺ, ജോൺ ഹാം ഇത്തരത്തിൽ ഒരുപാട് സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള കാസ്റ്റുകൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള സിനിമയാണ് ട്രാൻസ്ഫോമേഴ്സ് 1 പറയുന്നത്. സെപ്റ്റംബർ 20-നാണ് റിലീസ്. അതിനുശേഷം സെപ്റ്റംബർ 20-ന് തന്നെ നെവർ ലെറ്റ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലി ഫീൽ ഗുഡ് സിനിമ കൂടി റിലീസ് വരുന്നുണ്ട്. ഇത് അക്കാദമി അവാർഡ് വിന്നർ ആയിട്ടുള്ള ആക്ട്രസ് ഹാലെ ബെറി ലീഡ് റോളിൽ വരുന്ന ഒരു സിനിമയാണ്. അതിനുശേഷം ഹോളിവുഡിൽ വെയിറ്റ് ചെയ്യുന്ന സിനിമകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നതാണ് വൂൾഫ്സ്. ബ്രാഡ് പിറ്റും അതുപോലെ തന്നെ ജോർജ് ക്ലൂണിയും കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന വൂൾഫ്സ് തിയേറ്ററിലേക്ക് എത്തുന്നത് സെപ്റ്റംബർ 27-നാണ്. ഒരു ത്രില്ലിംഗ് ആക്ഷൻ വിത്ത് ഹൈ അൺഎക്സ്പെക്റ്റഡ് ത്രില്ലർ ആൻഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, ഒരു ഹൈ പ്രൊഫൈൽ ഡ്രാമ, ക്രൈം ത്രില്ലർ, അത്തരത്തിൽ എല്ലാ ജോണറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ത്രില്ലർ. നമ്മൾ കോമൺലി പറയുന്നുണ്ടെങ്കിൽ ഒരു ത്രില്ലർ എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് പടം വരുന്നത്. സെപ്റ്റംബർ 27-നാണ് റിലീസ്. അതുപോലെ തന്നെ സെപ്റ്റംബർ 27-ന് അപ്പാർട്ട്മെന്റ് 2A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം കൂടിയുണ്ട്. സോറി, 2A അല്ല 7A. 1968 ഇറങ്ങിയിട്ടുള്ള ലെജൻഡറി ഹൊറർ മൂവി റോസ്മേരീസ് ബേബി. ഇതിന്റെ ഒരു ഡയറക്റ്റ് പ്രീക്വൽ ആയിട്ടാണ് അപ്പാർട്ട്മെന്റ് 7A എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ വരുന്നത്. അതായത് ഒരു പക്ക ഹൊറർ മൂവി എന്നുള്ള രീതിയിലാണ് സിനിമ വരുന്നത്. ഇത്രയാണ് ഈ മാസത്തെ മേജർ റിലീസസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഈ മാസം ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ, തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ഏതാണെന്നുള്ളതും കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാറേ. അതുവരേക്കും